ഇന്ന് ഞാനും എൻ്റെ സുഹൃത്തും ഒരൊറ്റ മൈൻഡിൽ പറമ്പിക്കുളം പോകാൻ നോക്കട്ടെ കേട്ടോ. ഇന്നത്തെ യാത്ര രാവിലെ 4:50 കരിങ്കല്ലത്താണിന്ന് KSRTC പിടിച്ച് പാലക്കാട് പോയി തുടങ്ങുകയാണ്. ബസ് ടിക്കറ്റ് ഒരാൾക്ക് 75 രൂപ. അങ്ങനെ രാവിലെ 6:17 ബസ് പാലക്കാട് എത്തി. മോർണിംഗ് വൈബ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഞങ്ങൾ ഫോർട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ബസ് കയറി 10 രൂപ. അങ്ങനെ രാവിലെ 6:35 ഞങ്ങൾ പാലക്കാട് ഫോർട്ടിലേക്ക് എത്തി. രാവിലത്തെ കാഴ്ചകൾ മനോഹരമാണെങ്കിലും അതിലേറെ മനോഹരമായ കുറച്ച് മനുഷ്യന്മാരെ ഞാൻ അവിടുന്ന് പരിചയപ്പെട്ടു. ഒരു പാട്ടിലൂടെയാണ് പരിചയപ്പെട്ടത്. അതെ, അവിടുന്ന് ഞാൻ പങ്കജാക്ഷൻ ചേട്ടനെയും ടീമിനെയും പരിചയപ്പെട്ടു. എന്ത് സ്നേഹമുള്ള മനുഷ്യന്മാരുന്നോ. അവിടുന്ന് ഇറങ്ങി KSRTC സ്റ്റാൻഡിലേക്ക് ബസ് പിടിച്ചു. 10 രൂപ. KSRTC സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഹോട്ടൽ ഷായ് കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരാൾക്ക് 44 രൂപ. 8 മണിക്കാണ് പറമ്പിക്കുളത്തേക്കുള്ള KSRTC ബസ് ഉള്ളത്. അതിൽ കയറി ഒരാൾക്ക് 117 രൂപ ടിക്കറ്റ് എടുത്ത് ഫ്രണ്ടിലത്തെ സീറ്റിൽ തന്നെ കയറിയിരുന്നു. എനിക്ക് വൈകുന്നേരം വരെയുള്ള സീറ്റ് ഇതാണ്. അങ്ങനെ യാത്ര തുടങ്ങി. സമയം ഒരു 9:40 ആയപ്പോൾ ബസ് പൊള്ളാച്ചി സ്റ്റാൻഡിലെത്തി. തമിഴ്നാടിൻ്റെ റോഡിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളെ കണ്ട് യാത്ര മുന്നോട്ട് പോവാണ്. അങ്ങനെ ബസ് 10:30 ആയപ്പോൾ ആനമലൈ ടൈഗർ റിസർവിലേക്ക് പ്രവേശിച്ചു. ഇനിയാണ് കാട്ടിലൂടെയുള്ള യാത്ര തുടങ്ങുന്നത്. നിങ്ങളൊരു ആനവണ്ടി പ്രേമിയാണോ എങ്കിൽ നിങ്ങൾ തീർച്ചയായും പോയിരിക്കേണ്ട ഒരു റൂട്ടാണ് പാലക്കാട് ടു പറമ്പിക്കുളം യാത്ര. കാരണം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യാത്രയാണ്. ഞാനിരുന്ന പോലെ ഫ്രണ്ടിലത്തെ സീറ്റിനെ കയറി പിടിച്ചോളിയും. അങ്ങനെയാണെങ്കിൽ കാഴ്ചകളും സൂപ്പറായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. കേരളത്തിൽ നിന്ന് എടുത്ത ബസ് തമിഴ്നാട്ടിലൂടെ വീണ്ടും കേരളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ 11:04 കൂടി പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് എൻട്രി ചെയ്തു. വണ്ടി അവിടെ കുറച്ചു നേരം നിർത്തിയിട്ടപ്പോൾ ഞാൻ പുറത്തിറങ്ങി അതിലൂടെയൊക്കെ നടന്ന് ആ കാഴ്ചകളൊക്കെ കണ്ട് പകർത്തി. യാത്രകൾ എപ്പോഴും നമുക്ക് സമ്മാനിക്കുന്നത് നല്ല കാഴ്ചകളും കുറേ അനുഭവങ്ങളുമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മുതൽക്കൂട്ടാവുന്നത് തീർച്ചയാണ്. അപ്പോൾ എല്ലാവരും യാത്രകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളെ കാത്തൊരു അതിഥി ഉണ്ടായിരുന്നു. ദാ ഈ കുട്ടിയാന. ആ കാഴ്ചകളെ കണ്ട് കുറച്ചു നേരം അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോയി അങ്ങനെ പറമ്പിക്കുളം എത്തുകയാണ്. കൃത്യം 11:47 ഞങ്ങൾ പറമ്പിക്കുളം എത്തിയത്. അവിടെ ഇറങ്ങി മുന്നോട്ട് നടന്നു. ആ ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനങ്ങനെ നടന്നു. അവിടെ വളരെ ചെറിയൊരു ഗ്രാമമാണ്, പക്ഷേ മനോഹരമാണ്. ബ്യൂട്ടിഫുൾ എന്ന് പറയാം. കാഴ്ചകളെ കണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഇവൻ എൻ്റെ ക്യാമറക്ക് മുമ്പിലേക്ക് ചാടി വന്നു. അവനെയും കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെറിയൊരു ഹോട്ടൽ എവറസ്റ്റ് കയറി മീൽസ് കഴിച്ചു. 100 രൂപ. 12:25 അതേ ബസ് തിരിച്ച് പാലക്കാടുണ്ട്. അതിലേക്ക് കയറി 117 രൂപയുടെ ടിക്കറ്റ് എടുത്ത് തിരിച്ചും ആ ഒരു മനോഹര കാഴ്ചകൾ കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. കാട്ടിലൂടെയുള്ള ഈ ഒരു KSRTC യാത്ര അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അങ്ങനെ കൃത്യം 3:59 തിരിച്ച് ഞങ്ങൾ പാലക്കാടെത്തി. ഒരു ചായ കുടിച്ചു. 12 രൂപ. അങ്ങനെ തിരിച്ച് 4:20 കോഴിക്കോടുള്ള ബസ് കയറി കരിങ്കല്ലത്താണിക്ക് ടിക്കറ്റ് എടുത്തു. 68 രൂപ. അങ്ങനെ 6:12 തിരിച്ച് കരിങ്കല്ലത്താണി എത്തി. ഒരാൾക്ക് വന്ന ടോട്ടൽ എക്സ്പെൻസ് 553 രൂപ. ഒരു ദിവസം ചെറിയ പൈസ, ഒരുപാട് അനുഭവം. അപ്പോൾ പോയി വരും.